സ്വാഗതം. LGS, LDC പരീക്ഷകൾക്ക് പ്രധാനമായും പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ചോദ്യോത്തരങ്ങളാണ് ഇതിൽ അവതരിപ്പിക്കുന്നത്. മുൻകാല ചോദ്യങ്ങളും പ്രതീക്ഷിത ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ഇതിൽ പറയുന്നത്. പശുവിൻ്റെ ഗർഭകാലം എത്ര ദിവസമാണ്? പശുവിൻ്റെ ഗർഭകാലം എത്ര ദിവസമാണ്? 280 മുതൽ 285 ദിവസം വരെ. 280 മുതൽ 285 ദിവസം വരെ. കേരളത്തിലെ ഏറ്റവും വലിയ കറുവാത്തോട്ടം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഏറ്റവും വലിയ കറുവാത്തോട്ടം കേരളത്തിലെ, ലോകത്തിലെ തന്നെ ഏറ്റവും വലുതാണ്. അഞ്ചരക്കണ്ടിയാണ്. കണ്ണൂർ ജില്ലയിലെ അഞ്ചരക്കണ്ടി. ദേശീയ യുവജന ദിനം എന്നാണ്. ദേശീയ യുവജന ദിനം എന്നാണ്. ജനുവരി 12 ദേശീയ യുവജന ദിനം. കേരളത്തിൽ കിഴക്കോട്ടൊഴുകി കർണാടകത്തിലെത്തുന്ന നദി ഏതാണ്? കേരളത്തിൽ കിഴക്കോട്ടൊഴുകി കർണാടകത്തിലെത്തുന്ന നദി കബനിയാണ്. കബനി. കിഴക്കോട്ടൊഴുകുന്ന കബനി, ഭവാനി, പാമ്പാർ എന്നിവയാണ്. അതിൽ കബനി നദിയാണ് കിഴക്കോട്ടൊഴുകി കർണാടകയിൽ എത്തുന്നത്. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ നാടകകൃതി, വൈക്കം മുഹമ്മദ് ബഷീറിന്റെ നാടകകൃതിയാണ് കഥാബീജം. കഥാബീജം. നടുവിലൂടെ സമാന്തരമായി 2 വരകളുള്ള സി എന്ന അക്ഷരം ഏത് കറൻസിയാണ് സൂചിപ്പിക്കുന്നത്? സി എന്ന അക്ഷരത്തിൽ കുറുകെ സമാന്തരമായി 2 വരകളുള്ള കറൻസി യൂറോ കറൻസി ആണ്. യൂറോ കറൻസി. ലോകത്തിൽ ആദ്യമായി തിരഞ്ഞെടുപ്പിലൂടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നത് എവിടെയാണ്? ലോകത്തിൽ ആദ്യമായി തിരഞ്ഞെടുപ്പിലൂടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നത് എവിടെയാണ്? ഗയാനയിലാണ്. ഗയാന. പക്ഷിപ്പാതാളം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? പക്ഷിപ്പാതാളം, പക്ഷി സങ്കേതം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? തിരുനെല്ലി. വയനാട്ടിലെ തിരുനെല്ലിയിലാണ്. കോഴിക്കോട് രാജവംശം എന്നറിയപ്പെടുന്നത് ഏതാണ്? കോഴിക്കോട് രാജവംശം എന്നറിയപ്പെടുന്നത് സാമൂതിരി രാജവംശമാണ്. സാമൂതിരി രാജവംശം. കേരളത്തെ പ്രതിനിധാനം ചെയ്ത ആദ്യ വനിതാ MP ആരാണ്? കേരളത്തെ പ്രതിനിധാനം ചെയ്ത ആദ്യ വനിതാ MP ആനി മസ്ക്രീൻ ആണ്. ആനി മസ്ക്രീൻ. അന്താരാഷ്ട്ര പരിസ്ഥിതി സംഘടനയുടെ പേര് എന്താണ്? അന്താരാഷ്ട്ര പരിസ്ഥിതി സംഘടനയാണ് ഗ്രീൻ പീസ് എന്ന് പറയുന്നത്. ഗ്രീൻ പീസ്. കേരളത്തിലെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് ഏതാണ്? കേരളത്തിലെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് ക്ഷേത്രപ്രവേശന വിളംബരം ആണ്. കേരളത്തിലെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് ക്ഷേത്രപ്രവേശന വിളംബരം ആണ്. ദേശീയ പതാകയിലെ പച്ച നിറം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? വിശ്വാസത്തെയും ശൗര്യത്തെയും. വിശ്വാസത്തെയും ശൗര്യത്തെയും. ഇന്ത്യയിലെ ഏറ്റവും വലിയ സിവിലിയൻ ബഹുമതിയായ ഭാരതരത്ന ഏത് നിറമുള്ള റിബണിലാണ് അണിയിക്കുന്നത്? ഭാരതരത്ന അണിയിക്കുന്നത് ഏത് നിറത്തിലുള്ള റിബണിലാണ്? വെള്ള നിറമാണ്. വെള്ള നിറത്തിലുള്ള റിബണിലാണ്. കീറുകയോ കേടുപാടുകൾ വരികയോ ചെയ്യുന്ന ചെക്കുകൾ ഏത് പേരിൽ അറിയപ്പെടുന്നു? കീറുകയോ കേടുപാട് വരികയോ ചെയ്യുന്ന ചെക്കുകൾ ഏത് പേരിൽ അറിയപ്പെടുന്നു? മ്യൂട്ടിലേറ്റഡ് ചെക്ക്. മ്യൂട്ടിലേറ്റഡ് ചെക്ക് എന്നാണ് അറിയപ്പെടുന്നത്. ഏറ്റവും കൂടുതൽ ഇരുമ്പ് അടങ്ങിയിരിക്കുന്ന സുഗന്ധവ്യഞ്ജനം ഏതാണ്? ഏറ്റവും കൂടുതൽ ഇരുമ്പ് അടങ്ങിയിരിക്കുന്ന സുഗന്ധവ്യഞ്ജനം മഞ്ഞളാണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബാംഗ്ലൂരാണ് സ്ഥിതി ചെയ്യുന്നത്. ഏത് വർഷം മുതലാണ് നോബൽ സമ്മാനം നൽകി തുടങ്ങിയത്? 1901. ഏത് വർഷം മുതലാണ് നോബൽ സമ്മാനം നൽകി തുടങ്ങിയത്? 1901. സാലിസ്ബറി ഇപ്പോൾ ഏത് പേരിൽ അറിയപ്പെടുന്നു? സാലിസ്ബറി ഇപ്പോൾ ഏത് പേരിൽ അറിയപ്പെടുന്നു? ഹരാരെ. ഹരാരെ എന്നാണ് അറിയപ്പെടുന്നത്. ബ്രിട്ടീഷ് സർക്കാർ ഇന്ത്യക്ക് വേണ്ടി റെഗുലേറ്റിംഗ് ആക്ട് പാസാക്കിയ വർഷം? ബ്രിട്ടീഷ് സർക്കാർ റെഗുലേറ്റിംഗ് ആക്ട് പാസാക്കിയത് 1773. 1773. ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന പൗരധർമ്മങ്ങൾ എത്ര എണ്ണമാണ്? പൗരധർമ്മങ്ങൾ ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്നത് 10 എണ്ണമാണ്. പാലരുവി വെള്ളച്ചാട്ടം ഏത് ജില്ലയിലാണ്? പാലരുവി വെള്ളച്ചാട്ടം ഏത് ജില്ലയിലാണ്? കൊല്ലം. പെക്കിങ്ങിന്റെ പുതിയ പേര് എന്താണ്? പെക്കിങ്ങിന്റെ പുതിയ പേര് ബെയ്ജിങ് എന്നാണ്. ബെയ്ജിങ്. ആദ്യ കോമൺവെൽത്ത് ഗെയിംസ് നടന്ന രാജ്യം ഏതാണ്? ആദ്യ കോമൺവെൽത്ത് ഗെയിംസ് നടന്ന രാജ്യം കാനഡയാണ്. കാനഡ. അനിമൽ ഫാം രചിച്ചത് ആര്? ജോർജ് ഓർവൽ ആണ്. അനിമൽ ഫാം രചിച്ചത് ജോർജ് ഓർവൽ ആണ്.
എന്തിനെക്കുറിച്ചുള്ള പഠനമാണ് ന്യൂമിസ്മാറ്റിക്സ്? ന്യൂമിസ്മാറ്റിക്സ് നാണയത്തെക്കുറിച്ചുള്ള പഠനമാണ്. നാണയത്തെക്കുറിച്ചുള്ള പഠനം. ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിൽ എത്തിയ വർഷം. ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിൽ എത്തിയ വർഷം. ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിൽ എത്തിയത് 1946. കേരളത്തിൽ ഏറ്റവും കൂടുതൽ അരി ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ അരി ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല പാലക്കാട്. കേരളത്തിൽ 100 കിലോമീറ്ററിൽ അധികം നീളമുള്ള നദികൾ എത്രയെണ്ണമാണ്? കേരളത്തിൽ 100 കിലോമീറ്ററിൽ കൂടുതൽ നീളം ഉള്ള എത്ര നദികളുണ്ട്? 11 നദികളാണ് ഉള്ളത്. ദൈവം മരിച്ചു എന്ന് പ്രഖ്യാപിച്ച പ്രസിദ്ധ തത്വചിന്തകൻ. ദൈവം മരിച്ചു എന്ന് പ്രഖ്യാപിച്ച പ്രസിദ്ധ തത്വചിന്തകൻ ആരാണ്? വില്യം നീത്ഷെയാണ്. വില്യം നീത്ഷെയാണ് ദൈവം മരിച്ചു എന്ന് പ്രഖ്യാപിച്ച തത്വചിന്തകൻ. ചന്ദ്രഗുപ്ത മൗര്യൻ ഇന്ത്യയിൽ മൗര്യ സാമ്രാജ്യം സ്ഥാപിച്ച വർഷം. മൗര്യ സാമ്രാജ്യം സ്ഥാപിച്ചത് BC 321. 1930 ആദ്യ ലോകകപ്പ് ഫുട്ബോൾ മത്സരത്തിൽ ആദ്യ ഗോൾ നേടിയ കളിക്കാരൻ. ലോകകപ്പിലെ ആദ്യ ഫുട്ബോൾ മത്സരത്തിൽ ആദ്യ ഗോൾ നേടിയ കളിക്കാരൻ ലൂസിയൻ ലോറന്റ് ആണ്. ഫുട്ബോൾ മത്സരത്തിൽ പെനാൽറ്റി കിക്ക് എടുക്കുന്ന സ്ഥലത്ത് നിന്നും ഗോൾ പോസ്റ്റിലേക്കുള്ള ദൂരം. പെനാൽറ്റി കിക്ക് എടുക്കുന്ന സ്ഥലത്ത് നിന്ന് ഗോൾ പോസ്റ്റിലേക്കുള്ള ദൂരം 11 മീറ്റർ ആണ്. 11 മീറ്റർ. നീലനിശീതിനി എന്ന് തുടങ്ങുന്ന പ്രസിദ്ധ ഗാനം, ചലച്ചിത്രഗാനം. നീലനിശീതിനി എന്ന് തുടങ്ങുന്ന പ്രസിദ്ധ ചലച്ചിത്രഗാനം ആലപിച്ചത് ആരാണ്? ബ്രഹ്മാനന്ദൻ ആണ്. ബ്രഹ്മാനന്ദൻ. തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ഐക്യരാഷ്ട്രസഭയ്ക്ക് സമർപ്പിച്ചതെന്ന്. തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ഐക്യരാഷ്ട്രസഭയ്ക്ക് സമർപ്പിച്ചത് എന്ന്. 1968. എഡ്യൂസാറ്റ് വിക്ഷേപിച്ചത്. വിദ്യാഭ്യാസ ആവശ്യത്തിന് വേണ്ടിയുള്ള എഡ്യൂസാറ്റ് വിക്ഷേപിച്ചത് എന്നാണ്. 2004 സെപ്റ്റംബർ 20. ജലം തിളയ്ക്കുമ്പോൾ അതിൻ്റെ ഊഷ്മാവ് വ്യത്യാസപ്പെടുന്നു. ജലം തിളയ്ക്കുമ്പോൾ അതിൻ്റെ ഊഷ്മാവിന് എന്ത് സംഭവിക്കുന്നു? വ്യത്യാസപ്പെടുന്നു. ഒരു ഫ്യൂസ് വയറിൻ്റെ പ്രത്യേകത ഉയർന്ന പ്രതിരോധവും താഴ്ന്ന തിളനിലയും ദ്രവണാങ്കവും. ഉയർന്ന പ്രതിരോധവും താഴ്ന്ന ദ്രവണാങ്കവുമാണ് ഒരു ഫ്യൂസ് വയറിൻ്റെ പ്രത്യേകത. മഷിയുണ്ടാക്കാൻ ഉപയോഗിക്കുന്ന രാസപദാർത്ഥം ഏതാണ്? മഷിയുണ്ടാക്കാൻ ഉപയോഗിക്കുന്ന രാസപദാർത്ഥം ഫെറസ് സൾഫേറ്റ് ആണ്. ഫെറസ് സൾഫേറ്റ്. ഇന്ത്യയിൽ ന്യൂക്ലിയർ സ്ഫോടനത്തിന് ഉപയോഗിക്കുന്ന മൂലകം ഏതാണ്? ഇന്ത്യയിൽ ന്യൂക്ലിയർ സ്ഫോടനത്തിന് ഉപയോഗിക്കുന്ന മൂലകം പ്ലൂട്ടോണിയമാണ്. പ്ലൂട്ടോണിയം. സൂര്യന്റെ വാത്സല്യഭാജനം എന്നറിയപ്പെടുന്ന ഗ്രഹം. സൂര്യന്റെ വാത്സല്യഭാജനം എന്നറിയപ്പെടുന്ന ഗ്രഹം ഏതാണ്? ശുക്രൻ ആണ്. ഇത്രയും ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ വീഡിയോ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്ത് പ്രോത്സാഹിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു.